നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കഴിക്കുന്നതിന് മുന്നേ നന്ദനങ്ങളിൽ ജനിച്ച കടിഞ്ഞൂൽ സന്താനം, പൂജേച്ചിയെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരാൾ. എല്ലാവേ ആ കമ്മീഷണറുടെ പ്ലാനായിരുന്നു. ആക്സിഡന്റിന് ശേഷം പൂജേച്ചി മിസ്സിംഗ് ആയപ്പോൾ ആ ഗ്യാപ്പിലേക്ക് അയാൾ റാണി അയക്കുമായിരുന്നു. അവരാണെങ്കിൽ പൂജേച്ചിയെ പോലെ തന്നെ അഭിനയിച്ച് തകർക്കുകയും ചെയ്തു. അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അർജുൻ ചേട്ടനെ വരെ പറ്റിക്കണമെങ്കിൽ അവൾ ആളെത്ര കേമിയായിരിക്കും. എടോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറ്റിപ്പീരുമായിട്ട് വീട്ടിലോട്ട് കയറി വന്നത്. അപ്പൊ പൂജേച്ചി ഇത്രയും നാൾ എവിടെയായിരുന്നു? അതൊക്കെ നേരിട്ട് പോയിട്ടറിയണം. അരുണിമാന്റോടൊപ്പം വീട്ടിലേക്ക് എല്ലാവരുടെ മുന്നിലോട്ട് ഒരു ഡ്രമാറ്റിക് എൻട്രി ആയിരുന്നു എന്നാ കേട്ടത്. അപ്പം ഈ റാണി ഇപ്പൊ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും ഭയങ്കരം തന്നെയല്ലേ. ഈ റാണി വന്ന് വീട്ടിലേക്ക് കയറിയതിനു ശേഷമേ ആ കമ്മീഷനെ പറ്റി ഒരു വിവരമില്ല. അയാളുടെ നിർദ്ദേശം കിട്ടാതെ വന്നോടെയാണ് അവളൊന്നും ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ അവള് വീട്ടിലെ എല്ലാരും തന്നെ ഇല്ലാതാക്കിയത്. ഇനി പറ, നമ്മൾ നാളെ വീട്ടിലേക്ക് പോണ്ടേ? എന്താ സംശയം? എനിക്കിപ്പൊ തന്നെ പൂജേച്ചിയെ കാണാൻ ധൃതിയായി. അതെ, എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പൂജയുടെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാന്ന്. ഒന്ന് പോ, അതല്ല ഞാൻ പറഞ്ഞ. എന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ തിരിച്ചു കിട്ടുന്ന അജോട്ടൻ വിശ്വസിച്ചിരുന്നോ? ഉറപ്പായിട്ടും. നോണ. അതെന്താ? എനിക്ക് പകരം വന്ന ആളുമായി ജീവിതം തുടങ്ങിയതല്ലേ. താൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ആ, അങ്ങനെയൊന്നും അല്ല. എങ്കിലും ഒരു പെണ്ണിന്റെ സഹജമായ ജിജ്ഞാസയാണെന്ന് കൂട്ടിയാ മതി. അവള് ആ റാണി ഇവിടെ ശരിക്കും പൂജയായിട്ട് തന്നെയാണോ കഴിഞ്ഞിരുന്നത്? ആ, തന്റെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി. എടോ, വീട്ടുകാരുടെ എന്റെയൊക്കെ മുമ്പില് അവള് ശരിക്കും പൂജയായിട്ട് തന്നെയാ അഭിനയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ റൂമിൽ വരുമ്പോ ഒരു പരിധി വിട്ട് അടുക്കാതിരിക്കാൻ അവള് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ കാരണം അജോട്ടൻ അന്വേഷിച്ചില്ലേ? ആദ്യം കുറെ കാലം ഞാനും കിടപ്പിലായിരുന്നല്ലോ. പിന്നെ പിന്നെ അവൾ എനിക്കൊരു ശീലം സമ്മാനിച്ചു. എല്ലാ ദിവസവും മദ്യം. മദ്യോ? അതിൽ ഞാൻ അറിയാതെ ദിവസവും അവൾ എന്തോ ചെറുക്കുമായിരുന്നു. പിന്നെ പകലാകുന്നവരെ എനിക്കൊരു ഓർമ്മയും കാണില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അവൾ അവളുടെ സുരക്ഷിതത്വം കണക്കാക്കി എന്നെ ഉറക്കി കിടത്തുമായിരുന്നു. അവൾക്ക് മറ്റു വല്ല ബന്ധം ഉണ്ടായിരുന്നോ? ആ ശ്രീകുമാർ അവളെ വിവാഹം കഴിക്കാനിരിക്കണമെന്നാ കേൾക്കുന്നത്. ഏത്? ആ ഓട്ടോ ഡ്രൈവറോ? അതെ. അല്ല, പക്ഷെ അയാളെ തനിക്കെങ്ങനെ അറിയാം? കുറച്ചു കാലം ഞാൻ പൂജയ്ക്ക് പകരം റാണിയായിരുന്നല്ലോ. അങ്ങനെ ഈ അവള് താനല്ലെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോ പിന്നെ ഞാൻ അവളെ മാറി നിന്ന് നോക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നു അവളുടേത്. എന്നെ അവസാനിപ്പിച്ച് എന്റെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി പോകാനുള്ള പുറപ്പാട്. അതിനുള്ള അവസരം ഞാൻ അവൾക്ക് കൊടുക്കില്ലെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അന്ന് ആ അമ്പലത്തിൽ വെച്ച് വിശ്വനാഥൻ സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമായിരുന്നു. എന്നിട്ട് പറയും വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് അർജുൻ ആനന്ദിന്റെ ഭാര്യയാണെന്ന്. പക്ഷേ അവൾ എന്നെ കാണാൻ വരികയും എന്നെ അടിക്കുകയും അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതടക്കം എല്ലാം പറഞ്ഞതുകൊണ്ടും മാത്രമാ കുറച്ചുനാള് എനിക്ക് പിടിതരാതെ മാറി നിന്ന് ഈ ഓർമ്മകൾ എനിക്ക് വീണ്ടെടുക്കാനായത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? അപ്പോഴും ഏതെങ്കിലും വഴിയിൽ ദൈവം നമ്മളെ ഒരുമിപ്പിക്കുമായിരുന്നു. എന്താ അതിനിത്ര ഉറപ്പ്? അത് ഈശ്വരനാണ് നമ്മളെ തെരഞ്ഞെടുത്തെന്നുള്ള ഉറപ്പ്. വേണ്ട. സൂക്ഷിച്ച് ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. വേറെന്തുവാ? ചോദിക്കാനും പറയാനും മറ്റൊരാളുകൂടി ഈ ശരീരത്തിനകത്തുണ്ട്. അത് ഓർമ്മിച്ചോണം. ശരിക്കും? എന്റെ അജുവേട്ടാ, ഈ വക കാര്യങ്ങൾ ആരെങ്കിലും നോണ പറയൂ എന്റെ പൊട്ടച്ചാരെ. സത്യം?
അയ്യോ. ഏയ്, അജുട്ടാ, കുഞ്ഞ്. വയറ്റിനകത്ത് കുഞ്ഞുണ്ട്. തന്നെ ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി വീട്ടുകാരുടെ മുഴുവൻ ഈ വിവരം പറഞ്ഞാലൊന്ന് ആലോചിക്കാം. ഓ, ഒന്ന് ചുമ്മാതിരി. ഇത് നമ്മുടെ മാത്രം സന്തോഷമായിട്ടിരിക്കട്ടെ. നാളെ പറയാം എല്ലാരോടും. ഇറക്ക അജുട്ടാ. എനിക്കിപ്പോ എത്രമാത്രം സന്തോഷമുണ്ടെന്നറിയോ? എനിക്കും. അജുവേട്ടനും സ്നേഹസദനവും ഈ വീടും വീട്ടുകാരും ഒന്നും ഓർമ്മയിലില്ലാതിരുന്ന സമയത്താ ആദ്യമായിട്ട് ഞാനൊരു അമ്മയാവാൻ പോകുന്നറിഞ്ഞ്. ആ സമയത്ത് എല്ലാവരും എന്നെ റാണിയായി കണ്ടു. റാണി ജീവിച്ചതിന്റെ ബാക്കിയാവണം എനിക്ക് കിട്ടിയ കുഞ്ഞെന്നോർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇനി അതൊന്നും ഓർക്കണ്ട. എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോ കിട്ടിയൊരു ഇരട്ടി മധുരം. അതാണ് ഈ വാർത്ത എനിക്ക്. ഇവളുടെ ഈ നശിച്ച ആർത്തിയ എല്ലാത്തിനും കാരണം. എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? കൊണ്ടുവന്ന് തന്നപ്പോ അതും ചെലവാക്കി തള്ള നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിരുന്നല്ലോ. അതെന്തിനാ ചെയ്തേ? അതങ്ങ് ഒഴിവാക്കായിരുന്നില്ലേ? നീ പോന്നതേ ഇങ്ങനെ ഒരു കുരുത്തം കെട്ട കാര്യത്തിനാണെന്ന് ഞാൻ അറിഞ്ഞോ? പിന്നെ തള്ള എന്താ വിചാരിച്ചേ? ഞാൻ ദുബായിൽ ഷേഖിന്റെ ജോലി കിട്ടി പോവാന്നോ? മതി, നിർത്ത്. ഇവിടെ കിടന്ന് വെള്ളം വെച്ചാലേ 3 പേരും വിവരം അറിയും. എന്നാലും നീ ചെയ്തതേ ഇത്തിരി കൂടിപ്പോയി. അങ്ങനെ തോന്നുന്നില്ലേ നിനക്ക്? ഇല്ല, ഒട്ടും തോന്നില്ല. ഒന്നുമില്ലല്ലോ, നിന്റെ അച്ഛനല്ലേ മോളെ. സീതമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. അയാൾ നിന്നോട് ചെയ്തത് അനീതിയായിരിക്കാം. പക്ഷേ അതിന് അയാളെ കൊല്ലാൻ ശ്രമിച്ചത് അബദ്ധമെന്ന് ഞാൻ പറയും. അച്ഛനാണെന്ന് 100% ഉറപ്പിച്ചിട്ടാ കൊല്ലാൻ നോക്കിയത്. അതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല. അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ. മക്കൾക്ക് ജന്മം മാത്രം കൊടുത്താ പോരാ. അതിന് നിന്റെ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള വിവരം അയാൾ അറിഞ്ഞു തന്നെ കുറെ കഴിഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് നിന്നോടും നിന്റെ അമ്മയോടും ചെയ്തതിനുള്ള ശിക്ഷയല്ലേ നിന്റെ കമ്മീഷൻ അമ്മാവൻ അങ്ങേർക്ക് ചെറുപ്പത്തിൽ കൊടുത്തത്? അതിനുശേഷം അയാൾ ഒറ്റയ്ക്കായിരുന്നില്ലേ? മകളും ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച അക്കാലത്ത് അയാൾക്ക് എന്റെ അമ്മയോ എന്നെയോ അന്വേഷിക്കാൻ തോന്നിയോ? അന്ന് അയാളത് അന്വേഷിച്ചിരുന്നെങ്കിലേ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവുമായിരുന്നോ? പറ. നീ പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭാര്യയും മകളും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഒരാള് നിന്നെ അന്വേഷിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോ എന്റെ അമ്മ അനുഭവിച്ചതിനൊന്നും ഒരു വിലയില്ല, ഞാൻ അനുഭവിച്ചതിനും ഒരു വിലയില്ല. ഒന്ന് പതുക്കെ. ഇവിടെയുള്ള അമ്മയുടെ കയ്യിന്നേ ഇനിയും വാങ്ങിച്ചു കെട്ടാൻ നിൽക്കണ്ട. കമ്മീഷണർ നിന്നെ ആ വീട്ടിൽ കൊണ്ടാക്കിയതും അവിടെ താമസിപ്പിച്ചതും എന്തു പറഞ്ഞിട്ടായിരുന്നു എനിക്കറിയില്ല. അതെന്തു തന്നെയാണെങ്കിലും ശരി, ഇപ്പൊ അനുഭവിക്കാൻ നീ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇതിനൊക്കെ കാരണക്കാരനായ അയാൾ എവിടെയാണെന്ന് പോലും നിനക്കറിയില്ലല്ലോ. നിങ്ങൾ രണ്ടാളും എന്തായാലും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇതുവരെ ചെയ്ത കാര്യത്തിനുള്ളത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഞാൻ അതല്ല ഉദ്ദേശിച്ച റാണി. ആ കമ്മീഷന് വന്ന് കുറെ പണവും തന്ന് നിന്നെ ഇതിലേക്ക് ചാടിച്ചു. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായ? ഇനിയുള്ള കാലം ജയിലിനകത്ത് കഴിയുമ്പോ ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പശ്ചാത്തപിക്കാനല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? തെറ്റാണ് ചെയ്തത് എന്ന് തോന്നലുണ്ടെങ്കിലല്ലേ പശ്ചാത്തപിക്കേണ്ടതുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥവത്തായി ചെയ്തു എന്ന് തോന്നിയത് ഇപ്പോഴാ. എന്തൊരു മനസ്സടി നിന്റെ. കല്ലിന് പോലും അല്പമെങ്കിലും കനിവ് കാണും. തള്ളക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല അല്ലേ? 10 വയസ്സ് മുതൽ അങ്ങനെ മാറ്റിയെടുത്തതാ സീതമ്മേ എന്റെ മനസ്സിനെ. ചുറ്റുമുള്ള സ്ഥിര നായാട്ടുകാരിൽ നിന്നും മനസ്സും ശരീരവും രക്ഷിക്കാൻ റാണി കണ്ടെത്തിയൊരു വഴിയാത്.
തായിയായ സ്നേഹം ആരോടും കാണിക്കാതിരിക്കുക, ആരോടും ദയയില്ലാതിരിക്കുക.